ഈ കാണുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള കുക്കമ്പറാണ്. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. F1 ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ. നമ്മളൊരു വേലിപ്പന്തലും കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. അതിൽ കൂടെ പടർന്ന് കയറിയിട്ടുണ്ട്. ഇത് പടർന്ന് കയറി മുകളിലെത്തണേക്കാൾ മുമ്പ് തന്നെ നല്ല രീതിയിൽ തന്നെ കായ്ഫലം ലഭിക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൽ അത്യാവശ്യം താഴത്തെ ചോട് തൊട്ട് തന്നെ കായ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഉണ്ടാവുന്നതൊക്കെ ആൺപൂവാണ്. അതിനുശേഷം ഉണ്ടാകുന്നതെല്ലാം പെൺപൂവാട്ടോ. ഓരോ ഇലയുടെ കവിളുകളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കുക്കുംബർ ഉണ്ടായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ. അത് ടോപ്പ് ഭാഗം വരെ അതുപോലെ തന്നെ കുക്കുംബർ ഉണ്ടായി വരുന്നതായിട്ട് കാണാൻ തന്നെ നമുക്ക് സാധിക്കും കേട്ടോ. അത്യാവശ്യം നല്ല ഒരു കായ്ഫലം കിട്ടുന്ന തന്നെ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഈ ഒരു കുക്കമ്പറിൽ ഏറ്റവും അധികം കീടം ഇപ്പോൾ വരുന്നത് ഒരു ചാഴിയുടെ സ്മെല്ല് രൂപത്തിലുള്ള ഒരു പ്രാണിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല പരിചരണം കൊടുത്തെങ്കിൽ മാത്രമാണ് ഈ പ്രാണികളിൽ നിന്നൊക്കെ നമ്മൾക്ക് ഈ കുക്കുംബർ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ കീടം. ഈ ഇലകളുടെ അടിയിലും അതുപോലെ തന്നെ തണ്ടുകളിലും ഒക്കെ ആയിട്ട് ഇത് ഇരിക്കണ കാണാം കേട്ടോ. ഈ ഒരു സാധനം നമ്മുടെ കുക്കുംബറിൻ്റെ തണ്ടുകളിലൊക്കെ ഇരുന്ന് അതിൻ്റെ നീര് വലിച്ച് കുടിക്കുക, ആ പരിപാടികളൊക്കെയാണ്. പിന്നെ ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി കളഞ്ഞതിനെ ഭയങ്കര ചാഴിയുടെ സ്മെല്ലൊക്കെയാണ് കേട്ടോ. ഞാനെന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണുന്ന പ്രാണികളെ ഒക്കെ തണ്ടുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പ്രാണികളെല്ലാം ഇതുകൊണ്ട് കൈ കൊണ്ട് ഇതുപോലെ നമ്മൾ തട്ടി താഴെ ഇട്ടിട്ട് അതിനെ കൊന്നുകളയാണ് ചെയ്യുന്നത്. ഇതുപോലെ എത്ര നമ്മൾ തട്ടി താഴെ ഇട്ട് കൊന്നു കളഞ്ഞാലും പിറ്റേ ദിവസം നോക്കുമ്പോഴും ഇതുപോലെ തന്നെ 3, 4, 5 ഇതുപോലത്തെ ചെള്ളുകൾ വരും കേട്ടോ. കാണുന്നതിനൊക്കെ ഞാൻ ഇതുപോലെ താഴെ ഇട്ട് ഇതുപോലെ ചവിട്ടി കൊല്ലാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ താഴെ ഇട്ട് അതിനെ നശിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് ജൈവ കീടനാശിനി അടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ താഴെ അത്യാവശ്യം പാകമായിട്ടുള്ള 2 കുക്കുംബർ ഉണ്ടായിരുന്നു. അത് നമ്മൾ വിളവെടുത്തു. ആദ്യമായിട്ട് വിളവെടുത്താണ്ട് ഈ 2 ഇതിനോട് ചേർന്ന് ഒരു കുക്കുംബർ കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ഏറ്റവും താഴെ ആയതുകൊണ്ട് എന്തോ കടിച്ചിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ എലിയോ അങ്ങനെ എന്തോ കടിച്ചതാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എന്തായാലും നമ്മൾ അത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ബയോബിന്നാണ് കേട്ടോ. ഈ ബയോബിന്നിലേക്ക് ഈ എലി കടിച്ച ഈ കുക്കുംബർ ചെറിയ സ്ലൈഡ്സുകളായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ശ്രദ്ധയും ഒരു പരിചരണവും കൊടുക്കുകയാണെങ്കിൽ ഈ F1 ഇനത്തിൽപ്പെട്ട കുക്കുംബർ നമ്മുടെ അടുക്കളത്തോട്ടത്തിലോ വീട്ടുമുറ്റത്തൊക്കെ നട്ട് വളർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.